കൊട്ടിയത്ത് അല്പസമയം മുൻപാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണത്. മൈലക്കാട് ഭാഗത്താണ് അപകടമുണ്ടായത്. സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ തകർന്ന റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദേശീയപാത തകർന്നതിൽ ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. NHAIയോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അർജുൻ കല്യാടിലേക്ക് നമ്മൾ പോകുന്നു. അർജുൻ കല്യാട്, ദേശീയപാത തകർന്നതിൽ അടിയന്തര അന്വേഷണം വേണമെന്ന പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ദിലീപ് ദേവസ്യ, ദേശീയപാതയാണ് തകർന്നത്. ആ ദേശീയപാതയുടെ പണി പൂർത്തിയാക്കാനുള്ള സമയത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ തകർച്ചയെന്നതും പ്രധാനമല്ലേ? തീർച്ചയായിട്ടും സുജിയ, ഈ ഭാഗത്ത് അതായത് നമ്മൾ വടക്ക് നോക്കുമ്പോൾ തെക്ക് ഭാഗത്ത് വളരെ മെല്ലെപ്പോക്കാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിലുള്ളത്. അതായത് ഈ ആലപ്പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിലെ പണി ഒരു ഭാഗം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഹൈവേയിലൂടെ കയറി വാഹനങ്ങൾക്ക് പോയി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ. സർവീസ് റോഡുകൾ മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നേരത്തെ മുതൽ തന്നെ കൊട്ടിയം ഭാഗത്തുണ്ടായ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് പല തവണ അവിടുത്തെ ദേശവാസികളടക്കം പരാതിയായി രംഗത്തെത്തുകയും സമരങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്നാലും ഇപ്പോഴുണ്ടായ ഈ ഒരു അപകടം അത് പൂർണ്ണ ഉത്തരവാദിത്തം ഇതിൻ്റെ കരാറ് കമ്പനിക്കാർക്ക് തന്നെയാണ്. കാരണം അത് അശാസ്ത്രീയമാണെന്ന് പൊതുജനങ്ങളടക്കം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് ആളുകൾക്ക് കൃത്യമായ അല്ലെങ്കിൽ ഈ വലിയ തോതിൽ, അതായത് സുജിയ, ഒരു 10-20 സ്ലാബുകൾക്ക് ഉയരത്തിലാണ് ഇവിടെ ഈ സർവീസ് റോഡിന് മുകളിലായിട്ട് ദേശീയപാത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് ഒരു മരത്തിന്റെ കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് ഇത്ര ഉയരത്തിൽ കെട്ടുമ്പോൾ അത് മണ്ണ് തിങ്ങി നീങ്ങി ഇത് ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്നടക്കം പലരും നേരത്തെ തന്നെ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ അവഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനൊന്ന് അർജുൻ കല്യാടിലേക്ക് പോയിട്ട് ദിലീപ് ദേവസ്യയിലേക്ക് വരാം. ദിലീപ് ദേവസ്യ ഇപ്പോൾ ദേശീയപാത തകർന്ന ഇടത്തിന് തൊട്ടടുത്താണുള്ളത്. ദിലീപ്, അവിടേക്ക് എത്തിക്കോളൂ. അർജുൻ കല്യാട്, ദേശീയപാത തകർന്നതിൽ അടിയന്തര അന്വേഷണത്തിനാണോ മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? സുജിയ, തീർച്ചയായിട്ടും ഇത് ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നവരോടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കൂരിയാട് ഉണ്ടായിട്ടുള്ള അപകടം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. സ്വാഭാവികമായും അതിനേക്കാൾ ഭീകരത തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട്